ഇനി നിങ്ങളുടെ അവസരങ്ങളാണ്. എൻ്റെ ഇടയ്ക്ക് വിളിച്ചൊരു മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മുടെ ചില ആശയങ്ങൾ, നമ്മുടെ ചില ആശങ്കകൾ, ചില പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കാൻ രാവിലെ ആയിരുന്നു. കുറച്ചും കൂടി മെമ്പർമാർ ഉച്ചയ്ക്ക് വരികയും കുറച്ചാളുകൾ രാവിലത്തെ കേട്ട് പോവുകയും ചെയ്യും എനിക്കറിയായിരുന്നു. എന്നാലും വന്നവരിൽ അധിക പേരും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ ഇരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കുള്ള മുമ്പിലുള്ള പ്രശ്നം നമ്മളൊക്കെ ജനപ്രതിനിധികളാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് മാത്രമേ പരിഹാരം കാണാൻ കഴിയും, മറ്റൊരാൾക്ക് പരിഹാരം കാണാൻ കഴിയും. പ്രശ്നങ്ങൾ ഏറെക്കുറെ സൃഷ്ടിക്കണോ നമ്മളാണ്. മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും അത് പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മളായിരിക്കും. അവർ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു രീതിശാസ്ത്രത്തെ പൊതുപ്രവർത്തന രംഗത്ത് മിനുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊക്കെ അതിനുള്ള കഴിവുകളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു ഇംഗ്ലീഷ് നോവലിനെ കുറിച്ച്, ഏക്രേഴ്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ പുസ്തകമാണ്. 142 പേജുകളുണ്ട്. അതിൻ്റെ ചുരുങ്ങിയ സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു ബുദ്ധസന്യാസിയെ വിശ്വസിച്ച ഒരാൾക്ക് സംഭവിക്കുന്ന അബദ്ധമാണ്. അത് യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. നമ്മൾ മെമ്പർമാരാകുമ്പോൾ നമുക്ക് ചില കഴിവുകളും ചില കപ്പാസിറ്റിയൊക്കെ ഉണ്ടാവും. ആ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുകയും കഴിവുകേടുകളെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതിനാണ് എളുപ്പത്തിൽ നമ്മൾ ഈ ഇതിലൊക്കെ പറയും, ഇത് കിട്ടോ ഷോർട്ട് അനാലിസിസ് എന്ന് പറയും. അതായത് SWOT എന്നതിന് പറയും. ഒരു മെമ്പർ, ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ്. എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്ത്, അത് സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയാന്നുള്ളത്. അതിൻ്റെ അത്ര സ്ട്രോങ് ആണ് നമ്മളെന്നുള്ളത്. ഞാൻ ആര്, എനിക്ക് എന്തൊക്കെ കഴിയും, എൻ്റെ കഴിവുകൾ എന്തൊക്കെയെന്നുള്ളത്. അവിടെ തന്നെ W വരെയുണ്ട്. അത് നമ്മുടെ വീക്ക്നെസ്സുകളാണ്. എനിക്ക് അതിൽ പോരായ്മകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റാത്തത് അതും അറിയണം. കഴിവ് അറിയുന്നത് പോലെ കഴിവുകളും അറിയണം. മൂന്നാമത്തെ സംഗതി അതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഷോർട്ടിൽ O ആണ്. നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. അവസരങ്ങളാണ്. അവസരങ്ങൾ, നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട്, ആ സാധ്യതകൾ മനസ്സിലാവാത്ത ഒരാൾക്ക്. ഇപ്പോൾ ഒരു അത്ലറ്റിക്സിനെ നമ്മൾ ഓടിയ ആളുകളാണ്. നമ്മൾ വിശ്രമിക്കുന്ന മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കാല് ബാക്കിക്ക് വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുന്നേക്ക് ഓടുകയാണ്. പക്ഷെ ജയിക്കൂല എന്ന് കണ്ടാൽ നമുക്ക് ഓടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു അൻപറിൻ്റെയൊക്കെ സുഹൃത്താണ്. ഒരാൾ ബസ് ഓട്ടി കടുങ്ങല്ലൂർ പാലത്തിൻ്റെ മുസ്തഫൻ്റെ കൂടെ പഠിച്ചാളാണ്. നല്ല ഡ്രൈവറാണ്, പിന്നെയും വണ്ടി ഓട്ടിയിട്ടുണ്ട്. ബസ്സും ആളി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആ സമയം ക്ലൂ തരേണ്ട ആവശ്യം ഉണ്ടാവും. കടുങ്ങല്ലൂർ പഴയ പാലത്തിനടുത്ത് നിന്ന് വണ്ടി എത്തിയത് നിൻ്റെ വണ്ടി ഇതിൽ പോലാണ്. അതുണ്ടായ സംഭവമാണ്. അപ്പം എന്താ വെച്ചാൽ അവിടെ ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാം, പനമ്പലാവൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതുണ്ടല്ലോ കഴിവില്ലാത്ത പോലെ ഞാൻ വണ്ടി ഇങ്ങനെ ഓട്ടി പഠിക്കണമെന്ന് പലപ്പോഴും അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരിക്കൽ 5 വന്ന് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ കക്കടംപോയി പോയി, ചൂട് സഹിക്കാൻ വയ്യാതെ. അപ്പം നമ്മൾ ഈ കഥ പറഞ്ഞാലും ഭയങ്കര പോക്കാണ്. എൻ്റെ സുഹൃത്തുക്കളോട് അപ്പം നമ്മളൊരു നമ്മളെ സാധ്യതകളെ, അവസരങ്ങളെ ഒന്നും നമുക്ക് കണ്ടെത്താൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ലാസ്റ്റത്തെ ആണ് ഷോർട്ട് അനാലിസിസ് ലാസ്റ്റ് ആണ്. അത് ഏറ്റവും വലിയ നമ്മൾ ഭീഷണി എന്തൊക്കെ നമുക്ക് നേരിടാണ്ട്. ഇതൊരു മെമ്പർ നമ്മൾ ആലോചിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ റസലിൻ്റെ ആ പുസ്തകത്തിൽ പറഞ്ഞ സാധനം. ഒരാൾ ഇങ്ങനെ കുഴപ്പമില്ലാതെ സാമ്പത്തിക ആർക്കും വല്ലാതെ തികയില്ലല്ലോ. ഇപ്പോൾ പോയ ഈസിക്ക് മജീദാക്ക് അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചാൽ മതിയല്ലോ. അതുപോലെ അങ്ങനത്തെ ആളുകൾ ഇങ്ങനെ പാലിയേറ്റ് പറയുമ്പോൾ നമുക്ക് അത്ഭുതമുള്ളൂ. ഉപരി മലേഷ്യയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് തന്നെ വിളിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപാടി ജബ്ബാറായോട് പറഞ്ഞു. ജബ്ബാറാജി അത് കേട്ടിയായിട്ടൊന്ന് പങ്കുവെച്ച് മീറ്റിംഗ് എടുക്കാൻ പറയാം. അപ്പോൾ ആ മീറ്റിംഗ് ഇന്ന് വിളിക്കുക. അദ്ദേഹം പറഞ്ഞു പാർലമെൻറ്റ് പാർട്ടി മീറ്റിംഗ് ഇന്ന് ഓർമ്മല വിളിച്ചു. അത് 11-ാം തീയതി ഇവിടേക്ക് വിളിക്കുകയാണ്. അതിൽ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട്. സെക്രട്ടറി അടക്കം അംഗീകരിച്ചു. ഇതൊന്നും
അപ്പോൾ അവർക്കിത് പിന്നെ ഇതാണ്. അപ്പോൾ അസ്ലമാക്കൾക്കൊരു ജീവകാരുണ്യ പ്രവർത്തനം രസമാവും. കാരണം എന്താ വെച്ചാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ പോകേണ്ട സംഗതികളാണ്. ബിച്ചുട്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടെന്ന് നേരത്തെ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് ആ ഇരുത്തം തന്നെ, ആ കുപ്പി പിടുത്തത്തിലൂടെ ഒരു ഇരുത്തത്തിൻ്റെ പ്രശ്നമുണ്ട്. അതൊരു സംഗതിയാണ്. അത് നമുക്ക് ആളുകളെ നോക്കിയാൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് സംഭവം. രാഷ്ട്രീയക്കാർക്കും തിരിയേണ്ട കാര്യമാണ്. നമ്മൾ പറയല്ലോ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ പോകും. ആ പരിഹരിക്കണമ്പോൾ അപ്പോഴുള്ളവർ നമ്മൾ ചെവിയിൽ പറയും ഓൻ കുറച്ച് പശുക്കൈക്കാരെന്നാണ്. പക്ഷെ നമ്മളത് അറിയാത്ത മാതിരി നിൽക്കണം, ഓനെ കേൾക്കുക. ഞാൻ ഓരോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെ നെയ്മിൽ ശരിക്കറിയാലോ, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളെ പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ട് അപ്പോൾ അതാണ് ഒരു സാമ്പത്തികം. ഞാൻ പറഞ്ഞത് പ്രശ്നം തീരൂല, എന്തായാലും തീരാ, എന്തെങ്കിലും ഒന്ന് വരും. അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ തീരാ. സാമ്പത്തിക പ്രതിസന്ധിയായപ്പോൾ നമുക്ക് എപ്പോഴാണ് മതത്തെയും ദൈവത്തെയൊക്കെ ചെറിയപ്പോൾ ഓർമ്മ വരിക? നിങ്ങൾക്ക് ചെറിയ ഉറക്കം വരുള്ളൂ. ഇല്ല, എൻ്റെ കാരണവരാണ്. എപ്പോഴാണ് ഓർമ്മ വരിക? പ്രയാസം ഉണ്ടാകുമ്പോൾ പടച്ചോനെന്ന് പറയാം. എന്നാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ലല്ലോ. പണ്ട് ആള് പിന്നെ മീൻ പിടിക്കാൻ പോയ കഥ പറയായിരുന്നു. മീൻ കൊത്തുന്നേ ഇല്ല. അപ്പം പറഞ്ഞ് അല്ലെ എന്താ പക്ഷെ പറഞ്ഞത്, ആദ്യം കിട്ടുന്നത് ഞാൻ അല്ലേ മൊയ്തീൻ സൈക്കിൾ കൊടുക്കുന്നത്. അതിൽ നല്ലൊരു മൊയ്യ് ഇങ്ങനെ കൊത്തി കൊന്നത്. അതിൽ ഇതിൻ്റെ വലിപ്പം ഇങ്ങനെ കണ്ടപ്പം പണ്ട് ഇസ്മായിൽ നബി ഇറക്കാൻ വേണ്ടി പോണ സമയം ഒരു ഘട്ടം വരുന്നുണ്ടല്ലോ. പക്ഷേ ഇബ്രാഹിം നബി അവിടെ പിന്നെ പതരാതെ എന്നൊരു സംഭവമുണ്ട്. അതാണ് ത്യാഗം ഒരു സംഭവം എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഒലക്ക കൊടുക്കൊരു പിന്നെ മീനുമാണ് അത് പിടിച്ചല്ല അയക്കാണ്ട് പോകുന്നത്. അപ്പം പറഞ്ഞെന്താ ഇപ്പം തമാശയും പറയാൻ പറ്റൂലേ. ഈ ഒരു സംഗതി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ആളുകൾക്ക് എപ്പോഴും പ്രയാസം ഉണ്ടാകും. പടച്ചോനും മതത്തെയൊക്കെ ഒരു ഇതാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇപ്പം രാത്രി എങ്ങാനങ്ങൾക്കൊരു പേടിയും നോക്കട്ടെ നടക്കുമ്പോൾ അപ്പം അവനാൻ്റെ വിശ്വാസം അനുസരിച്ചുള്ളതൊക്കെ ചെല്ലും. ഇല്ല ഇതിന് പക്ഷേ ചെല്ലും. ഞാൻ ചെല്ലിയിട്ടുണ്ട്. പറ്റ കുടുങ്ങി നിൽച്ച് കഴിഞ്ഞാൽ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ നമുക്ക് വിളിക്കാൻ തോന്നുന്നതും ഒക്കെ എന്താ നല്ല നല്ല കാര്യമാണ്. അതുവരെ നമ്മൾ പിന്നെ സിന്ദൂര സന്ധ്യ എന്നൊക്കെ തന്നെ പാടി ഇങ്ങനെ പോയാലും അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യും. അതെന്താ അതുപോലെ ഇയാൾക്ക് എന്താ തോന്നിച്ചാൽ ആരോ പറഞ്ഞൊരു ബുദ്ധ സന്യാസി ഉണ്ട്, നിങ്ങൾക്ക് ആ ബുക്ക് സെലക്ട് ചെയ്തെന്ന് മുസ്തഫ ഷാട്ടോ. അത് ഒരാഴ്ച കൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനകത്ത് പറഞ്ഞ സംഗതി ഇത്രയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഡയമണ്ട് പൊറുക്കി വിറ്റാൽ കടം തീർക്കാറ്. ആയിക്കോട്ടെ, ഇയാൾ ഇങ്ങനെ പൊറുക്കാൻ പോയി. ദൈവം പറഞ്ഞാലും പോയി കുറേ കാലം കഴിഞ്ഞ് കയ്യിലുള്ള പൈസ കഴിഞ്ഞപ്പോൾ സ്ഥലം വിറ്റു. പിന്നെയും കിട്ടിയില്ല. അതിൽ വീടും വിറ്റു. വീട് വിറ്റ പൈസയും കഴിഞ്ഞ്. അപ്പോൾ ഉടനെ പിന്നെ അയാളെ മുന്നിൽ ഒന്നേ ഉള്ളൂ, സൂയിസൈഡ് ചെയ്തു. ഇയാളെ പറഞ്ഞയച്ച ബുദ്ധ സന്യാസി ഇയാളെ ഇടയ്ക്ക് കാണുന്ന ആളാണ്. ഇയാളെ തിരക്കി ചെന്നു, എവിടെയാന്ന് ചോദിച്ചു. അന്നേരം അവിടെ പുതിയ ഒരാളുണ്ട്, ഈ വീട്ടിലിപ്പോൾ ഞാനാണ്, ഇത് എനിക്ക് തന്നത് അന്നെ കാര്യമൊക്കെയാണ്, ആരോ പറഞ്ഞത് കേട്ടുള്ള പണിയെടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ദുഃഖിച്ചിങ്ങനെ നിൽക്കുക രണ്ടാളും. അതിലാണ് മുന്നിലൂടെ നമ്മൾ തോട് എന്ന് പറയും, അതിൽ അരുവി എന്നാണ്. ആ അരുവി ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അതിങ്ങനെ നോക്കിയിട്ട് അതൊന്ന് പൊറുക്കാൻ പറഞ്ഞു. അപ്പോൾ കൈ നിറയെ ഡയമണ്ടാണ്. സ്വന്തം മുന്നിലെ കാൽക്കലെ ഡയമണ്ട് തേടി പിന്നെ പെറുക്കിയെടുക്കാൻ കഴിയാത്തവർ വാറൊടുക്കോ തെരഞ്ഞു നടന്ന ഒരു കഥയാണ് അതിൽ 142 പേജിനകത്ത് ഇങ്ങനെ ഒതുക്കിയിട്ടുള്ള സംഗതി. അതിലൊരു മെമ്പർ എന്ന രീതിയിൽ പൊതുപ്രവർത്തനങ്ങൾ നമുക്കുള്ളത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞാണ്, നമ്മളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക, നമ്മളെ കൂടെ ഉള്ളവനെ കുറിച്ച് മനസ്സിലാവുക, നമ്മളെ മൂല്യം. നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾക്ക് പിന്നെ നമ്മളെ കഴിവിനനുസരിച്ച് മറ്റവനെ അളക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സലാമിനുള്ളൊരു കഴിവുണ്ടാവും, എനിക്കൊരു കഴിവുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അതൊക്കെ പാടെ അവനാൻ്റെ അത് ഇപ്പോൾ ഒരു സൂഫിക്കഥ പറയാറുണ്ട്. ഒരു സൂഫിക്കഥ എന്താ വെച്ചാൽ ഒരു ശിക്ഷ ഇതുപോലെ സൂഫിനോട് പോയി ചോദിക്കുകയാണ്, എനിക്കെൻ്റെ മൂല്യം വില നിശ്ചയിച്ചു ചോദിച്ചു. ഇയാളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവസാനം ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വാല്യൂസ് എനിക്കൊന്ന് പറഞ്ഞു ചോദിച്ചു. ഇയാളൊരു കല്ലെടുത്ത് കൊടുത്തു. ഇത് അങ്ങാടി പോയിട്ട് വില അന്വേഷിച്ചു വരാം, വിൽക്കാൻ പാടില്ല. ഇയാളിങ്ങനെ പോയി നേരെ ചെന്നത് ഒരു ചന്തയുള്ള ദിവസമാണ്. നേരെ പച്ചക്കറി കടയിലേക്ക് പോയി. പച്ചക്കറി വിൽക്കുന്നവരോട് ചോദിച്ചു, ഈ കല്ലിന് എന്ത് വില കിട്ടുമെന്ന് ചോദിച്ചു. അയാളങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ചാക്ക് ഉള്ളി കൊണ്ടുപോയിക്കോ, എനിക്കതിന് സമയമല്ല. അയാൾ പോയി. രണ്ടാമത് നേരെ ഫ്രൂട്ട്സ് കട കാണാം.
ഫ്രൂട്ട്സ് കടയിൽ ഇതേ ചോദ്യത്തിന് പറഞ്ഞു നല്ല തിരക്കുള്ള സമയമാണ്, വേണമെങ്കിൽ അവിടെ ആപ്പിളിൻ്റെ ഒരു പെട്ടി ഉണ്ട്, ആ പെട്ടി എടുത്തിട്ട് കല്ലോടെ വെച്ചാളാണ്. അപ്പോൾ ഇയാൾക്ക് കുറച്ചുകൂടി പ്രതീക്ഷയോടെ കല്ല് കൊടുക്കാറില്ല. പിന്നെ അയാൾ നേരെ ചെല്ലുമ്പോൾ ജ്വല്ലറി കാണും. ജ്വല്ലറിയിൽ സാധനം കൊടുത്തയച്ചാൽ ഓലെന്താ ഇങ്ങനെ വെച്ചിട്ട് നോട്ടമുണ്ടല്ലോ, അത് നോക്കിയിട്ട് പറഞ്ഞു പിന്നെ 1,00,000 ഉറുപ്പ്യരാണ്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ മടി, ഇത് കൊടുക്കും വേണം, പക്ഷേ കൊടുക്കില്ല കരാറിൽ വില അന്വേഷിക്കാനാണ് പറഞ്ഞത്, കൊടുത്തില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു എന്താ പറഞ്ഞാൽ 10,00,000 ഉറുപ്പ്യ അവിടെ വെച്ച് പോയിക്കോന്നാണ്. അപ്പം ഈ വിഷയം പറഞ്ഞു. നേരെ അയാളിങ്ങനെ ഫീലിങ്ങോടുകൂടി ഇറങ്ങിയിട്ട് നേരെ വജ്രക്കച്ചവടക്കാരൻ്റെ അടുത്ത് പോയി. തുണി ഇട്ടിട്ടാണ് ആ പണി. അയാളിങ്ങനെ നോക്കിയിട്ട് തുണി ഇങ്ങനെ വിരിച്ചിട്ട് പറഞ്ഞു എൻ്റെ ജീവിതകാലം മൊത്തം സമ്പാദിച്ച് തന്നാലും ഇപ്പോൾ ഇവിടെ ഉള്ളത് തന്നാലും ഇതിന് വില നിശ്ചയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇത് കേട്ട് അമ്പരപ്പോട് കൂടി ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പോവാ. ഗുരുവിനോട് ഇതൊക്കെ വിശദീകരിച്ചു, ഇനി എൻ്റെ മൂല്യം പറഞ്ഞു തരികയാണ്. അപ്പം എന്താ പറഞ്ഞിട്ടുണ്ടാവുക? അതുതന്നെയാണ് വാല്യൂ. സ്വർണ്ണ കച്ചവടക്കാരൻ ഓൻ്റെ റേറ്റ് വെച്ചിട്ട് ഓന് കണക്കൂട്ടി. പച്ചക്കറി കച്ചവടക്കാരൻ പച്ചക്കറിൻ്റെ റേറ്റാണ് കാട്ടിയത്. ജീവിതത്തിൽ നമ്മളുടെ ഒരു മൂല്യം വെച്ചിട്ടല്ല മറ്റുള്ളവർ നമ്മൾ അളക്കേണ്ടത്. അവനെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, ഒരു നല്ല പൊതുപ്രവർത്തകനാകാൻ കഴിയുള്ളൂ. നാട്ടിൽ റോഡ് കൊടുത്തുകൊണ്ട് ഒരിക്കലും ഒരാൾ സമ്മാനം വാങ്ങില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഒരിക്കലും ഒരാൾക്ക് പിന്നെ നമ്മൾ അംഗീകാരം നേടിയെടുക്കാൻ കഴിയില്ല. നാടിനകത്തെ മനഃശാസ്ത്രപരമായ മാനുഷിക പരിഗണനകൾ നിലനിർത്തിക്കൊണ്ട് മനുഷ്യത്വ വികസനത്തെ പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ ഫണ്ട് വേണ്ട. അതാണ് എൻ്റെ ഒന്നാമത്തെ വികസന ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഇപ്പം മാത്രം എല്ലാ കാലത്തും വേണം. മെമ്പർ ആവണതിൻ്റെ മുമ്പും ഞാൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അന്നും ആ ഹാളെന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. സർക്കാർ 100 ഉറുപ്പ്യ തരും, നമ്മളെ ആവശ്യം 700 ഉറുപ്പ്യാണ്. 600 ഉറുപ്പ്യ കടാണ്, ഇവിടുന്ന് കണ്ടെത്തും. ആ കണ്ടെത്താൻ നേരത്തെ അത്രയും മാസ്റ്റർ വന്നായി ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റുകളെയും അതുപോലെ തന്നെ ജോയിൻ്റ് പ്രോജക്റ്റുകളെയും നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. അത് ഒറ്റൊന്ന പോലും നമ്മുടെ നാട്ടിൽ കാണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഒരു ഭാഗത്ത് വെക്കാൻ പറ്റും, അതിലേക്ക് തന്നെ ഉൽപ്പാദന മേഖല കൊണ്ടുവരാൻ പറ്റും. അവിടെ തന്നെ SC PCBT കിട്ടുന്ന സ്ഥലമാണ് SC ഫണ്ട് കൊണ്ടുവരാൻ കഴിയും. അവിടെ തന്നെ ചെറിയ തോടുണ്ടെങ്കിൽ അവിടെ ഇറിഗേഷൻ്റെ ഫണ്ട് കൊണ്ടുവരാൻ കഴിയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ മേലക്കൂടെ റോഡ് കൊണ്ടുപോകണമെങ്കിൽ പശ്ചാത്തല പ്ലാൻ ഫണ്ടും കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ ഫണ്ട് കൊണ്ടുവന്ന ഒരു സ്ഥലം പറഞ്ഞതാണ് നിങ്ങൾ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആ ചെയ്യുന്നതിൻ്റെ ചർച്ചക്കുള്ള തുടക്കമാണ് ഇന്നെന്ന് പറഞ്ഞു. അല്ല, നമുക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഉറപ്പാണ്. എനിക്ക് ഒറ്റക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല. പക്ഷെ നമ്മളെ പ്രശ്നം, ഞാനിപ്പോൾ പിന്നെ വിജയലക്ഷ്മി മെമ്പർ പോയല്ലോ അല്ലേ, പോലെ പ്രശ്നം പറഞ്ഞാൽ 90 ലക്ഷം ഉറുപ്പ്യ വേണേ, 40 ലക്ഷം ഉറുപ്പ്യൻ്റെ പരിഹരിക്കാം. ഞാൻ മെമ്പറോട് പറഞ്ഞു അവിടെ 10-20 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾക്ക് വെക്കാൻ കഴിഞ്ഞാൽ 10-20 എനിക്ക് വെച്ചാൽ ബ്ലോക്കിനോട് പറഞ്ഞാൽ ആ പ്രശ്നം തീരും. ആദ്യത്തെ ഒരു പ്രോജക്റ്റ് കൊണ്ട് കഴിയും, ഇപ്പം കഴിയൂല. ആദ്യത്തെ പ്രോജക്റ്റ് 15 ലക്ഷം വെച്ചാൽ രണ്ടാമത് പ്രൈസ് വില കൂടും, റേറ്റ്. അപ്പോഴേക്ക് നമുക്ക് എന്താ രണ്ടാം പദ്ധതിയേക്ക് വെച്ചു കൊടുക്കണം, ബാറും നോക്കാൻ കഴിയൂല. അത് ജോയിന്റ് പ്രോജക്റ്റ്, ഇത് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ്. ബ്ലോക്ക് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഗതി പറയാം, മുറിഞ്ഞുമാട് പദ്ധതി പിന്നെ വളരെ ബോധപൂർവം പിന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് 2 സ്ഥലമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് അരീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, 2 മുറിഞ്ഞുമാട് ടൂറിസം ചാലിയാർ കേന്ദ്രീകരിച്ച്. അതിൻ്റെ ഉള്ളടക്കത്തിൽ പലതും എഴുതിയിട്ടുണ്ട്. 1 കോടി ഉറുപ്പ്യ പിന്നെ ബജറ്റിലും 50 ലക്ഷം ഉറുപ്പ്യന് ഒരു പിന്നെ പ്രൊജക്റ്റിലും കാണിച്ച സംഗതിയാണ്. ഇരിക്കും നിങ്ങൾക്കും അതിന് മീറ്റിംഗ് വിളിച്ചാൽ കഴിഞ്ഞില്ല. ബ്ലോക്ക് പഞ്ചായത്തിന് മീറ്റിംഗ് നടക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച മീറ്റിംഗാണ്. ബ്ലോക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് കൊണ്ടുവച്ചു, കുഞ്ഞവാക്കനോട് കൊണ്ടുവച്ചു. ഗ്രാമപഞ്ചായത്ത് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്, അതിന് ഫണ്ടുണ്ട്. പക്ഷെ ടൂറിസം ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരിക, അതിനാര് നേതൃത്വം കൊടുക്കണം, അതിൽ MLA റോൾ എന്താണ്, അതിൽ MP നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നടക്കാത്തൊരു ഫണ്ട് ഞാൻ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മറ്റു വിവാദത്തിലേക്ക് വന്ന സിയദ്രമാസം കൊടുക്കണ്ടല്ലോ, 5,70 ലക്ഷം ഉറുപ്പ്യ കാവനൂർ അരീക്കോട് റോഡിന് ഞാൻ കൊണ്ടുവന്നിരുന്നു. അതിനൊരു നിയമമുണ്ട്, MP-മാർ കത്ത് കൊടുക്കണം, MLA-മാർ കത്ത് കൊടുക്കണം. ഒരു കത്തും വാങ്ങിയിട്ടില്ല. ചെന്നൈയിലും കോഴിക്കോടും തൃശ്ശൂരും പോയി ഓടി നടന്ന് 10-20,000 ഉറുപ്പ്യ പോക്കറ്റിൽ നിന്ന് എടുത്ത് PMGSY സ്കീമിൽ ഫണ്ട് കൊണ്ടുവന്നു. അതിൻ്റെ TS കൊടുക്കുക, AS ജില്ലാ പഞ്ചായത്താണ് കൊടുക്കേണ്ടത്.
5,70,00,000 ആ റോഡ് 5 കൊല്ലത്തെ ഗ്യാരണ്ടിയോട് കൂടി 5.5 മീറ്റർ വീതിയിൽ BMC ലെവൽ പുതിയ റോഡ് ഉണ്ടാക്കുകയാണ്. കൺവെർട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് എല്ലാ സൗകര്യവും ഉണ്ട്. 5 കൊല്ലം പൊട്ടിപ്പൊളിഞ്ഞാൽ അത് തീർത്ത് ജില്ലാ പഞ്ചായത്ത് തിരിച്ചിട്ടും ജില്ലാ പഞ്ചായത്തിന് നഷ്ടമില്ല. ജില്ലാ പഞ്ചായത്തിന് അസറ്റിൽ ആ റോഡ് അപ്പോഴും ഉണ്ടാവും. ഓരോ കൊല്ലവും അതിൻ്റെ പേരിൽ ഫണ്ടും കിട്ടും. എന്തൊരു സിമ്പിൾ ഫണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആളുകൾക്ക് അതല്ല, അവർക്ക് അപ്പളെ നന്നാവണം. 6 മാസം നിൽക്കാൻ വെച്ച ആ ഫണ്ട് ജില്ലാ പഞ്ചായത്താണല്ലോ കൊടുക്കുന്നത്. MLA-മാർ 2017 കൊടുത്തിട്ടുണ്ട്, MP-മാർ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറികടന്ന് കൊണ്ടുവരാനുള്ള ഒരു പഠനം ഞാൻ നടത്തിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പോയാൽ അവിടെ പോയിട്ട് ഓഫീസ് കണ്ടാൽ അറിയും എങ്ങനെ അത് പഠിച്ചത്, അതിന് എന്താ നോട്ട് എഴുതിയത്. കാരണം അങ്ങനത്തെ റോഡ് ആന്ധ്രയിൽ മാത്രം തുടങ്ങിയത്. 8 മീറ്റർ നീളമുള്ള റോഡ് നമ്മുടെ ജില്ലയിൽ വേറല്ല, അത്ര പൊട്ടിപ്പൊളിഞ്ഞ്. അതായിരുന്നു അതിൻ്റെ ഒരു സംഭവം. അത് നേരെ ഇസ്മായിൽ മൂത്തേടത്തിന് വൈസ് പ്രസിഡന്റ് കിട്ടി. ഇപ്പോൾ പോയ മൂത്തേടത്ത് കാണുന്ന റോഡ് അതാണ്, നമ്മളെ നാട്ടിൽ നിന്ന് പോയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ജനപ്രതിനിധിയായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ട്, ചിലപ്പം വെല്ലുവിളി കാണാൻ പോയി ഞങ്ങൾ ശ്രമിക്കുക പറഞ്ഞപ്പോൾ പഞ്ചായത്തിലെ ആളുകളൊക്കെ ഉണ്ട്. ആ വെല്ലുവിളിന് ഇത്തരം സ്കീമേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വെക്കാൻ 2-2.25 കോടി റുപ്യോടെ വേണം. അപ്പം ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് പിന്നീടുള്ള ഇതിൽ പറയാം. നമ്മൾ ഇതിൽ പറയണ്ടേ ഏതായാലും ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതിൽ സ്ലൈഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ പോയി. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ സ്കൂളുകളിൽ മാറ്റം ഉണ്ടാക്കും. സ്കൂളിൽ മാറ്റം കഴിഞ്ഞ തവണ ഞാൻ ചെയ്തൊരു സാധനം ലീപ്പ് എന്ന് പറഞ്ഞ പദ്ധതി, ലേണിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. ഞാൻ എന്നോ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കളോട്, സ്കൂളുകളും നിങ്ങളൊക്കെ പറയാറുണ്ട്. എഞ്ചിനീയറിങ്ങിന് കുട്ടിനെ പറഞ്ഞയക്കുമ്പോൾ നെയ്മിനോട് ഞാൻ പറഞ്ഞു കാര്യമില്ല, നെയ്മ് എവിടുന്നാ തർക്കിച്ചത് ധൈര്യമെന്നാണ്. ഓർക്കുണ്ടോ? എന്നാ തർക്കിക്കുന്നത് 2016 ഇന്ന് 2026, 10 കൊല്ലം മുമ്പ്. അന്ന് എന്നെ പൊട്ടെന്നാണ് പറഞ്ഞല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല എത്ര ശമ്പളം. നാൾ മുസ്തഫ സാറ കുട്ടികൾ ഇന്നലെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു. ആയിട്ട് ചോദിച്ചു ഏത് പഠിക്കണം, അങ്ങനെ സംഗതിയൊന്നുമില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പൊക്കെ പ്രീഡിങ്ങിൻ്റെ കാലം കഴിഞ്ഞു. +2 കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ, ആ പ്രായത്തിൽ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പുതിയ കാലത്ത് ജോലി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ടെക്കി ഹബ്ബാക്കി ഏറനാട്ടായി ഏലംകുളം ഡിവിഷൻ ജില്ലയിൽ മാറ്റണം. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ AO ഓഫീസിൽ എവിടെയാണ് ഏലംകുളം? ഇല്ലല്ല, ആ ഗ്ലോബൽ ലേണിംഗ് ഏലംകുളമായിരുന്നു. ഗ്ലോബൽ ലേണിംഗ് ഏലംകുളം അത് വിജയിച്ചു. ആ വിജയിച്ചതാണ് നമുക്ക് കിട്ടിയ സുഖം. ഇടവണ്ണ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കണമല്ലോ. അതാണ് നിങ്ങൾ എങ്ങനെ അതാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ അസീൻ ഇങ്ങനെ കയ്യെറ്റിക്കുന്നത് മുതൽ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരികയാണ് അധ്യാപകമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഉറക്ക് തൂക്കുന്ന ആളുകൾക്ക് ഉറക്കം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. പോലും ഈ പറഞ്ഞ ആൾ ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ആൾക്കാർ ഉറങ്ങാൻ നോക്കുന്നുണ്ട്. അത്രയും റഫീഖ് നേരത്തെ ഉറങ്ങിയ മാതിരി. ഇപ്പല്ല, ഞാൻ എണീറ്റൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് നമ്മളെ കുട്ടികൾ ഇപ്പോൾ പന്നിപ്പാറ സ്കൂളിൽ നമ്മൾ തുടങ്ങുന്നൊരു സാധനം ഹലോ ഇംഗ്ലീഷ് സംഭവമുണ്ട്. പക്ഷെ അതല്ല, അവിടെ 6 ഇംഗ്ലീഷ് അധ്യാപകരുണ്ട്. നല്ലോണം മലയാളം സംസാരിക്കുന്ന കുട്ടികളുണ്ട്. ആ മലയാളം സംസാരിക്കുന്ന കുട്ടിക്ക് ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അല്ലേ? ജുമാന നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നല്ല, നല്ല മലയാളം അറിയുന്നതിൻ്റെ അർത്ഥം മലയാളം നന്നായിട്ട് അറിഞ്ഞാലേ ഇംഗ്ലീഷ് പറയാൻ കഴിയുള്ളൂ. അങ്ങനത്തെ കുട്ടികൾ 50 പേരെ സെലക്ട് ചെയ്ത് ഒരു മോഡലായിട്ട് 6 ഹയർ സെക്കൻഡറി ഹൈസ്കൂളാണ് നമുക്കുള്ളത്. അതിനകത്ത് ഗവൺമെൻറ്റിന് കിട്ടും. ആരോട് പറഞ്ഞു ഇവർക്ക് 1 ആഴ്ച 2 ആഴ്ച ട്രെയിനിങ് ആണ്. അതിന് നമ്മൾ ഫാക്കൽറ്റികളൊക്കെ കൊടുത്തു. നമ്മളെ മുസ്തഫ എന്ന് പറഞ്ഞാൽ ഇവിടെ KM കോളേജ്, നിങ്ങളെ കോളേജിൻ്റെ ഈ പഞ്ചായത്തിലെ കോളേജിൻ്റെ പുതിയ ഡിഗ്രിയും പുതിയ സാധ്യതകളൊക്കെ ഉള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് ഇത്ര സൗകര്യമുള്ള ഇയാളെ നമുക്കൊരു മണിക്കൂറൊന്നും കിട്ടിയാൽ പറയാം. വളരെ എല്ലാ ആഴ്ചയിലും 2-3 ലേഖനങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ, രാഷ്ട്രീയത്തിലൊന്നല്ല, എഴുതുന്ന ഒരാളാണ്. അപ്പം നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. അവരൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറി ഏലംകുളത്ത് സഹായിച്ചത് നമ്മൾ സഫർ മാസ്റ്ററായിരുന്നു, DD. ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അവിടുത്തെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ വലിയ സംഭവമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ വലിയ സംഭവമൊന്നുമില്ല ഇനി പുതിയ കാലത്ത്. ഇനിയൊക്കെ ആംഗ്യ ഭാഷയുടെ കാലഘട്ടം വരികയാണ്. പക്ഷെ എന്നാൽ പോലും ഒരു 5 കൊല്ലം സാധ്യതയുണ്ട്. ആ 5 കൊല്ലം കാണുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ ഇത് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഉമ്മാനോട് പോയിട്ട് ഇംഗ്ലീഷ് ചോദിച്ചാൽ ഉമ്മ എന്താ പറയാൻ നിങ്ങൾക്ക് അറിയാലോ.
അത് മാറ്റി ഇംഗ്ലീഷ് തന്നെ പ്രതികരിക്കാൻ ശ്രദ്ധിക്കുന്ന മനസ്സിലാവുന്ന രീതി ഉണ്ടാക്കി. പ്ലസ് ആ അമ്മമാർക്ക് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. എന്താ? എന്തെങ്കിലും ഒരു തൊഴിൽ സാധ്യത അതും ആ സ്കൂളിൽ PTA മുന്നിക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതെല്ലാ സ്കൂളും വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗ്രൂപ്പും കാര്യമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യണം. ഒന്നതാണ് പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ എല്ലാം മാറും. സാഹിദ് സാറ് അത് ക്ലാസ് എടുത്തു, പിന്നുള്ളവർ എടുത്തു. പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇനി അങ്ങോട്ടുള്ളൊരു കാലഘട്ടം. വൈബ്, സ്റ്റുഡൻസ് വൈബ് കോർണർ ആണ് നമ്മൾ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത്. നെറ്റ് സീറോ സിസ്റ്റമാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, മിഞ്ഞാന്നൊരു മഴ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കുനിയിലും അരികൂടെ കടന്നുറങ്ങുകയുള്ളൂ. കാരണം എന്താണ്? AC ഓഫാവാണ്. ഇപ്പം നമ്മൾ പിന്നെ എങ്ങനെ അതിലേക്ക് നോക്കാം? പരിസ്ഥിതി സൗഹൃദ നിർമ്മാണം, ഡെവലപ്മെൻറ്റൊക്കെ അതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നമ്മൾ നാസ്മാസ്റ്റ് പോയോ? ഈ കോളേജിൻ്റെ ആൾക്കാരാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ. ഈ കോളേജിൻ്റെ ആൾ നജീബ് ഉണ്ടല്ലോ അവിടെ, ഇവിടുന്ന് പോയാൽ ഈ കോളേജിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു 17 അക്കങ്ങൾ കണ്ടുണ്ട്. 17 അക്കങ്ങൾ ഞാനും മുസ്തഫ ഡിസ്കസ് ചെയ്തു. എന്താണ് ആ സാധനം അറിയുങ്ങൾ? ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിസ്റ്റം ഇതിലുണ്ട്. SG പൊതു ഇടങ്ങൾ, അതായത് ഈ പറയപ്പെടുന്ന സംഗതികൾ ഇതാണ് അവിടെ ഉള്ളത്. ഇതിന് 149 ഉപഘടകങ്ങളാണ് പറയുന്നത്. അതിൽ തന്നെ 280-ലധികം നിർവചനങ്ങൾ പറയുന്നുണ്ട്. ഇത് നടപ്പിലാക്കിയാൽ ലോകത്ത് ഈ പറയുന്ന അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവില്ല, വിദ്യാഭ്യാസ പ്രശ്നം ഉണ്ടാവില്ല, സാമൂഹ്യ പ്രശ്നം ഉണ്ടാവില്ല, ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. ആരോഗ്യത്തിന് പ്രധാന സംഭവം ചെയ്യണം. എന്നാൽ നമ്മുടെ നാട്ടിൽ പിന്നെ ആശുപത്രി നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ മുതൽ ജില്ലാ ആശുപത്രി വരെ നമ്മൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളുടെ ബഡ്സ് സ്കൂളിൻ്റെ അവസ്ഥ എന്താ? അവിടെ ഒരു പിന്നെ ഈ പറയുന്ന കുട്ടിക്ക് റിഹാബിലിറ്റേഷൻ സെൻ്റർ ആയിരുന്നാലും അതുപോലെ തന്നെ സ്കൂളായിരുന്നാലും അവർക്ക് പിന്നെ എന്താ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് ഉണ്ടോ? അവർക്ക് ലിഫ്റ്റ് ഉണ്ടോ? ഞാൻ ഇപ്പോൾ തെറ്റമ്മൽ വെച്ച സമയത്ത് അവിടുത്തെ എഞ്ചിനീയറോട് പറഞ്ഞത് ആദ്യത്തെ വിളിച്ച സജീറും അൻവറൊക്കെ കൂടെ ഇരിക്കണം, ലിഫ്റ്റ് വേണമെന്ന്. ലിഫ്റ്റ് സൗകര്യത്തിലാക്കിയിരിക്കണം ആ സംഭവം. ആളുകൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ എൻ്റെ അവസാനിച്ചും ചെയ്യും. ഇതിൻ്റെ ഉള്ളിലേക്കല്ലേ കേൾക്കണം. ഞാൻ പറയണമല്ല, നിങ്ങളെല്ലാവരും പറയാം, കുറ്റം ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം ബാലസൗഹൃദം, പിന്നെ ഈ പറയുന്ന ഭിന്നശേഷി സൗഹൃദം, സ്ത്രീ സൗഹൃദം. നമ്മൾ ജില്ലാ പഞ്ചായത്തുണ്ടല്ലോ ഭിന്നശേഷിക്കാർക്ക് ഒരു ബസ് പറഞ്ഞു, ആക്സസ് ഡീലൊക്കെ ഉള്ള. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വണ്ടി, അത് പിന്നെ പ്രകടന പത്രികകളൊക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടു നോക്കുക. അപ്പം ഇങ്ങനെ ജനങ്ങൾക്ക് തലോടാൻ പറ്റാതെ എന്താണ് വികസനത്തിൻ്റെ അവസാനത്തെ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് നിൽക്കുന്നവൻ്റെ തോളിൽ തളർത്തിയിട്ട് എന്താണടാ എന്ന് ചോദിക്കുന്ന ക്ഷേമാന്വേഷണമാണ് വികസനം. അത്രയേ ഉള്ളൂ. അപ്പം ആ പറയപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഈ പിന്നെ എറണാകുളം വരുള്ളൂ, അല്ലെങ്കിൽ ഏലങ്ങളും ഇടവണ്ണ ഡിവിഷനെ നമുക്ക് മാറ്റിയെടുക്കാം. പഞ്ചായത്തുകൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ അവസാനിപ്പിക്കാം. ഞാനിവിടെ അടുത്ത് പിന്നെ ഇവിടെ നുഫയിലൂടെ പോയാൽ നോക്കിയല്ല അവിടെ ഉണ്ട് ഉചിത്രല്ല അവിടെ. ആ രണ്ടാളുകളുടെയും ഗ്രാമസഭ ഒരു സ്ഥലത്ത്, അല്ലെ ഇലക്ഷൻ ഒരു സ്ഥലത്താണ്. ഒരു വരലും സാധാരണ ഒപ്പം അന്ന് ആബിദ പറ്റിച്ചും ചെയ്തു അല്ലേ. ഏതായാലും ഗ്രാമസഭ പോയി, കുറേ ഗ്രാമസഭ പോയി, കുനിയിലൊക്കെ പോയി. അപ്പോൾ ഈ ഗ്രാമസഭയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു പിന്നെ അവർ ഇടങ്ങറായിട്ട് പറയാം, ഒക്കെ അറിയാറ്റാണല്ലോ, എന്നാൽ അവർ നിങ്ങൾ ആശംസിച്ച് പോകണമെന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ. ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ ഡിവിഷനിൽ എല്ലാ ഗ്രാമസഭക്കും പോയിട്ടുണ്ട്. ഗ്രാമസഭ എന്താണ്? ആൾക്കാരെ കാണാനാണ്. ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്കിനോ ഇല്ല. ഞങ്ങൾക്ക് അവിടെയല്ലേ വരാൻ പറ്റുള്ളൂ. അവിടെ ഞങ്ങൾ എത്തിക്കൽ ആരുടെ ഉത്തരവാദിത്തമാണ്? വികസന സെമിനാർ ഇക്കൊല്ലത്തെ ഭയങ്കര ഇതാണ്. കാരണം എന്താ വെച്ചാൽ സജീർ വികസന സെമിനാർ അന്ന് തന്നെ ജില്ലാ പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ്, മമ്പാട് പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ചാൽ അന്നാ ജില്ലാ പഞ്ചായത്തിലെ ഗ്രാമസഭ. ഈ ഡേറ്റുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് MLA-ക്കൊക്കെ പങ്കെടുക്കാൻ കഴിയണം. ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നെ സംസാരങ്ങൾ കേട്ടാണ്
ഗ്രാമസഭകളെ ജനകീയമാക്കുന്നതാണ്. അവിടുന്ന് ആളുകളെ കേൾക്കണം, അതൊരു ഗ്രാമോത്സവമാക്കി മാറ്റണം, അതിൽ ആളുകൾ എത്തണം. അവിടെ ജില്ലാ പഞ്ചായത്ത് മുതൽ ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും ഒക്കെ അവിടെ ഇരിക്കണം. അവിടെ അവരുടേതായ റോള് വഹിക്കണം. അവരുടെ കണ്ണുനീരുകൾ കാണണം, അവരുടെ സന്തോഷം കാണണം. അതൊരു ജനപ്രതിനിധിയുടെ താല്പര്യമാണ്. അത് താല്പര്യം ജനങ്ങളുടെ താല്പര്യമാണ്. ആ ജനങ്ങളുടെ താല്പര്യം സമയക്കുറവുണ്ടായിക്കോട്ടെ, എൻഗേജ്മെൻ്റ് ആവണം. നമ്മൾ ആ എൻഗേജ്മെൻറ്റ് നമുക്ക് രസമായിട്ട് തോന്നണം. അങ്ങനെ തോന്നുമ്പോഴേ നമുക്കൊരു സംഘർഷം ഉണ്ടാവുക. ചുറ്റുപാടുകളെക്കുറിച്ച് കലഹിക്കുക. സാമൂഹിക പരിസരത്തെ ഓർത്ത് കലഹിക്കുന്ന മനുഷ്യൻ എപ്പോഴും സദാ സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ്. അങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത് ഒറ്റ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. തുടങ്ങിയത് സൂഫി കഥയിലാണ്, അവസാനിപ്പിക്കേണ്ടതും അത്തരം ഒരു കഥയിലാണ്. ഒന്നുമല്ല, ഒരു സൂഫിയെ, ഒരു സന്യാസി, അതൊക്കെ പറയാം, അല്ലെ ഗുരുനാഥൻ, 2 ശിഷ്യന്മാരിങ്ങനെ സ്ഥിരമായിട്ട് സന്ദർശിക്കും. കുറേ ശിഷ്യന്മാരുണ്ട്, 2 പേര് സുഹൃത്തുക്കളാണ്. അതിൽ ആ സുഹൃത്തുക്കളെ 2 ആളിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും പരിഗണന ഇഷ്ടം ആരെയാണ്? ഇന്നോനെയാണ്. അങ്ങനെ അത് സ്ഥിരമായിട്ട് കേൾക്കും. അങ്ങനെ അവിടെ സംഘർഷം ഉണ്ടാവും. അവസാനം ഈ 2 ആൾക്കും ഗുരുനാഥ ഒരു ദിവസം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ 1 മാസം കൃത്യമായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ഞാനൊരു ഡ്യൂട്ടി തരികയാണ്. ആ ഡ്യൂട്ടിയിൽ വിജയിക്കുന്നവൻ ആര് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ചർച്ച വരാം. 2 ആളെ പറഞ്ഞയച്ചു. എന്താ പറഞ്ഞത്? ഈ ഗ്രാമത്തെ മൊത്തം എഡ്യൂക്കേറ്റഡ് ആക്കുക, വിദ്യാഭ്യസിപ്പിക്കുക, അവർക്ക് ലിറ്ററസി കൊടുക്കുക. അങ്ങനെ 2 പേരും പോയി. ഈ പരാതിപ്പെട്ട ഒരു കുസൃതി ചെക്കനോ നേരെ പോയിട്ട് കല്ല് കൊത്തുന്ന പണിക്കാരെടുത്തേക്കാ പോകുന്നു. അന്ന് ഈ കല്ല് കൊത്തി ഉണ്ടാക്കലാണ്. അവരോട് പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിദ്യാഭ്യസിപ്പിക്കാൻ വന്നതാണ്. എന്തായിരിക്കും സജീര മറുപടി? ഇതെൻ്റെ പണി വെക്കുമാണെങ്കിൽ മറ്റുള്ളവരെ നോക്കിക്കോണം. ഒറ്റ പോക്ക്, വേറൊന്നും ചെയ്യില്ല. 2ാമത് കുറേ നടന്നപ്പോൾ മരത്തടിയുടെ പണിയെടുക്കുന്ന ആളുകളെ കണ്ടു. ഓലോട് ഇതേമാതിരി പറഞ്ഞു, എന്തായിരിക്കും സബീറ പറയാം? ഇതേ മറുപടി ആയിരിക്കും. കാരണം ഓർക്ക് മണിക്കൂറിനാണ് പൈസ. 3ാമത്തെ സമയത്ത് ഇവർ നേരെ പോകുന്നത് കൊല്ലപ്പണി എടുക്കുന്ന ആൾക്കാർ. അന്ന് കൊല്ലപ്പണി എന്ന് പറഞ്ഞല്ല സംഭവം. അവിടുന്ന് തന്നെ കേട്ടു. 4ാമത് പിന്നെ പോകുന്നത് എന്താണ്? ഈ വർക്ക്ഷോപ്പിലേക്ക് പോകണം, വണ്ടി നന്നാക്കണം. അവിടെ പോയിട്ട് തന്നെ. അപ്പോൾ 4-5 സ്ഥലത്ത് കേട്ടപ്പോൾ ഇയാൾ നിർത്തി. 2 ദിവസമൊക്കെ അവിടെ നിന്ന് ഗുരുനാഥനെ പോയി കണ്ടു, സൂഫിയെ പോയി കണ്ടു. എന്നിട്ട് ഇയാൾ മിണ്ടുന്നില്ല. എന്നാ പറയാം, മറ്റോ വരട്ടെയാണ്. അങ്ങനെ മറ്റോ വരുന്നില്ല. അവസാനത്തെ ദിവസമായി, ലാസ്റ്റ് ഡേ അല്ലേ, 1 മാസം നേരം ലാസ്റ്റ് ഡേയിലെത്തി. സമയത്തോട് സമയം അടുത്തപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓടി ചെന്നു പോ, ആരെയും പഠിപ്പിച്ചു ചോദിച്ചു. കണ്ടെന്താ കറണ്ട് പോയ അയലക്കത്തുണ്ടോ ഇരിക്കണേ, പാട്ട് പാടി വെച്ചാൽ മറ്റോളം നോക്കണ മാതിരി. ഇവനോട് ചോദിച്ചാൽ ആരെയും പഠിപ്പിച്ചു ചോദിച്ചില്ല. ആയി തുള്ളിച്ചാടി നടന്നു. അയാൾ തുള്ളിച്ചാടിന് എന്തുകൊണ്ടാണ്? ഇപ്പം പഠിച്ചിട്ടില്ല. 1 മാസം നോക്കിയിട്ട് കഴിയാത്ത ഞാൻ ഒരാഴ്ചയോട് തീരുമാനമാക്കി. അപ്പോഴും ഇപ്പം മുന്നിലാണ്. പോയിട്ട് പറഞ്ഞു, 1 മാസമായിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട ശിക്ഷൻ ഒന്നും പഠിപ്പിച്ച ഞാൻ ഒരാഴ്ച കൊണ്ട് തന്നെ തീരുമാനമാക്കിയാൽ. എന്നാൽ 2ാമത്തോട് വിശദീകരിക്കാൻ പറഞ്ഞു. വിശദീകരിച്ചു. ആദ്യം എവിടെ പോയത്? കല്ല്. അവിടെ പോയി ഒരു മറുപടി. പക്ഷെ അയാൾ 4 ദിവസം അവിടെ നിന്നു, കല്ല് കൊത്തുന്നത് പഠിച്ചു. 2ാമത് എവിടെ പോണത്? മരപ്പണി പഠിച്ചു. പിന്നെ പോണവിടെ കൊല്ലപ്പണി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പ് പോയി പഠിച്ചു. എല്ലാം പഠിച്ചു പോന്നപ്പോൾ 1 മാസമായി. ഇനി പറയും, ആരാ നല്ല കുട്ടി? എന്തുകൊണ്ടാണ് പരിഗണിക്കുന്നത്? ഇതാണ്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേനും കൂടൂല എന്ന് പറഞ്ഞ് ഓടാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഫണ്ട് 1 ലക്ഷം രൂപ അധികം കൊടുത്തതാണ് അതിലെ ബ്ലോക്ക്. അപ്പോഴേക്ക് നിങ്ങൾക്ക് ആ മെമ്പറാണ് ഇഷ്ടം എന്ന് പറയാൻ നിൽക്കണം. തൊട്ടപ്പുറത്ത് വലുത് വരാണ്ടാവും. സ്കൂളിലോടത്തേക്ക് 4 ലക്ഷം അധികം കൊടുത്തിട്ടുണ്ടാവും. അംഗനവാടിക്ക് 2 ലക്ഷം അധികം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പം ജില്ലാ പഞ്ചായത്തിന് എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് തരാൻ എന്തുണ്ടോ ചോദിച്ചു. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പം എല്ലാവരും ഇനി ഉണ്ടാവുക ചോദിച്ചു. നോക്കാന്നാണ്. റോഡിന് കിട്ടുമോ ചോദിച്ചു. ഏത് റോഡാണെന്ന് ചോദിച്ചു. 6 മീറ്റർ വീതിയുള്ള റോഡ്. ജില്ലാ പഞ്ചായത്തിന് ആസ്വദല്ല കൊടുക്കാൻ കഴിയില്ല. നമുക്ക് പറഞ്ഞിട്ടല്ലോ, അത് കിട്ടൂല. ഞാൻ അവസാനിപ്പോൾ പണ്ടൊരാൾ ചോദിച്ചില്ല, ഗൾഫിക്ക് വന്നേരത്തെ ഇൻ്റർവ്യൂക്ക് എനിക്ക് ഈ ഹലോ ഫോണല്ലേ, ഓരോ പണി ചോദിച്ചു, ഒന്നും അറിയില്ല.
അപ്പോൾ അവനോട് ലാസ്റ്റ് ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ വെച്ചിട്ട് ഇതിന് എന്ത് പണിയൊക്കെ എന്ത് പണി എടുക്കുന്നത് ആ കോലത്തിൽ ഇപ്പം നമുക്ക് എനിക്ക് എന്ത് പണ്ടും തരാമെന്ന് പറയാൻ പറ്റൂല. അപ്പം മെമ്പർമാർ എന്നുള്ള രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവുക. നന്ദി.